കോഴിക്കോട് വടകരയിൽ മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 2 അധ്യാപികമാരെ SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. NDPS പ്രത്യേക കോടതിയിൽ വടകര പോലീസ് 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളൂ. പിടിയിലായ കീർത്തനയെയും കാവ്യയെയും ഒന്നിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിവരങ്ങളുമായി ആകാശ് ചേരുന്നുണ്ട്. ആകാശ്, അധ്യാപികമാർക്ക് കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടോ എന്നതടക്കം അന്വേഷിക്കണമെന്നൊക്കെ വാർത്തകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റ് അധ്യാപകർക്ക് പങ്കുണ്ടോ എന്നുകൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയായിരുന്നു. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനെ റൂറൽ SSP മെറിൻ ജോസഫ് തന്നെ നിയോഗിച്ചത്. ദിനേശിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഇന്ന് പ്രതികളായ 2 അധ്യാപകന്മാരെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. അതിൻ്റെ ഭാഗമായി തന്നെ NDPS കോടതിയിൽ പ്രത്യേക കോടതിയിൽ ഇന്നലെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെയും പ്രതീക്ഷ. എന്നിട്ട് വേണം ഇവരെ 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം. അതിൽ പ്രധാനമായും ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ലഹരി എത്തിയത്, ഇതിൻ്റെ ഉറവിടം എവിടെ എന്നുള്ളതാണ് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായി അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പരിശോധന. കൂടാതെ തന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഇതിൽ മറ്റ് അധ്യാപകരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റു വിദ്യാർത്ഥികൾ ഇവർ ഇടനിലക്കാരായിട്ട് ഇത്തരം ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കും. കൂടാതെ തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ മറ്റുള്ള ആളുകൾക്കോ ബന്ധമുണ്ടോ എന്നതുകൂടി അറിയാനുണ്ട്. ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെ പക്കൽ നിന്ന് ആരെല്ലാമാണ് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിയത്, ആവശ്യക്കാർക്ക് ഇവർ എത്തിച്ചു നൽകിയ മാർഗം എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രാഥമികമായി അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവർ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ആവശ്യക്കാർ ഇവരെ ബന്ധപ്പെടുകയും അതിനുശേഷം ഇവർ ഗൂഗിൾ മാപ്പിലൂടെ ഈ ലഹരി എവിടെയാണ് ഉള്ളത് എന്ന് ഇവർക്ക് അറിയിക്കുകയും അവിടെ ചെന്ന് ഇവർ ലഹരി കളക്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അതിനാൽ തന്നെ അധികം പോലീസുകൾക്കുൾപ്പെടെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു രീതിയിലൂടെയായിരുന്നു ഇവർ പോയത്. അതിനാൽ തന്നെ ഇവരുടെ ഈ കേസിൻ്റെ ആദ്യം എന്ന് പറയുന്നത് വടകരയിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തതാണ്. MDMA-യുമായി ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് യുവാവുമായി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇതിൽ കീർത്തന എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ പങ്ക് വെളിപ്പെടുത്തുകയും അതിനുശേഷം ഈ മരുതങ്കര സ്വദേശിനി കീർത്തനയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷം കീർത്തനയുടെ സാമ്പത്തിക ഇടപാടുമായി ബാങ്ക് അക്കൗണ്ടുമായി ഉൾപ്പെടെ ഉള്ള അന്വേഷണത്തിൽ നിന്നാണ് ഈ കീർത്തന ഈ ആവശ്യക്കാർക്ക് ലഹരി എത്തിച്ചു കൊടുത്തതിന് ശേഷം വാങ്ങുന്ന പണം അത് വലിയൊരു തുകയാകുമ്പോൾ ലക്ഷങ്ങളാകുമ്പോൾ അത് സഹപ്രവർത്തകയും കൂട്ടുകാരിയുമായിട്ടുള്ള കാവ്യയിലേക്ക് കൈമാറും. കാവ്യയിലേക്ക് അക്കൗണ്ടിലേക്ക് ഈ പണം കൈമാറുമെന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം പോലീസ് കൂരാച്ചുണ്ട് സ്വദേശിനിയായ കാവ്യയെ അറസ്റ്റ് ചെയ്യുന്നു. BRS സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് ജോലി ചെയ്യായിരുന്നു, താൽക്കാലിക ജീവനക്കാരിയാണ്. ഇവരെയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ തന്നെ BRC-യിലെ താൽക്കാലിക ജീവനക്കാരിയായ ഇവരെ തന്നെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുൻപന്തിയിൽ നിന്നൊരാളാണ് എന്നുകൂടി ഇവിടുത്തെ അധ്യാപകർ പറയുന്നു. ഇവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകളുടെ പങ്ക് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തും പരിശോധിക്കുന്നത്. കൂടാതെ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൽ കൂടി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇവരെ 5 ദിവസത്തെ കസ്റ്റഡിയെ കാലാവധിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരിക്കുക. 5 ദിവസത്തിനുള്ളിൽ കൂടുതൽ ആളുകളുടെ പങ്ക് വെളിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ കരുതുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട്